അതിന് തടസ്സം നിൽക്കുന്നവരെ ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുക. നീ എന്താന്ന് വെച്ചാ അയക്കോ, ഇതിനൊന്നും ഒരുപാട് ആയുസില്ല. ഇപ്പൊ വിരുന്നുകാരായി, നാളെ സ്ഥിരം നിൽക്കുന്നവരാവും. നാണമില്ലാത്ത വർഗങ്ങള്. என்ன மேடம் இது? ஏது சொன்னாலும் பிடிக்காது, யாரையும் பிடிக்காது. അത് സംസാരിച്ച സമയം കളയണ്ട. മാഡം, ഈ വരുന്നവര് അവളോ ക്ലോസാ? അവരെന്റെ ജീവനാ. ഒരു ബന്ധവുമില്ലാതെ എന്റെ ആങ്ങളമാരായവർ. എന്റെ എല്ലാ സങ്കടത്തിലും കൂട്ടുനിന്നവരാ. ആക്ച്വലി മാഡത്തോടെ മുഖത്തൊരു ലൈറ്റ് വന്നിരിക്കെ, അതാ ഞാൻ കേട്ടെ. പെട്ടെന്നാവട്ടെ മൈന, അവര് വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണം. എനിക്ക് കുറെ നേരം ഇരുന്ന് സംസാരിക്കണം അവരോട്. ജോസേട്ടന്റെ തമാശകള് കേൾക്കാം, കുമാരേട്ടന്റെ മണ്ടത്തരങ്ങൾ കേൾക്കാം. രസായിരിക്കും. അപ്പൊ ഇതാണ് ഉങ്ക റിയൽ സ്റ്റൈല്, പുരിയത്. നിങ്ങളുടെ മുഖം பார்த்தாலும் ഉങ്ങളുടെ പഴയ ലൈഫ് എவ்வளவு ഹാപ്പി ആണെന്ന് தெரியும். കണ്ണേട്ടൻ ലില്ലിയേച്ചിയുടെ പടം വരയ്ക്കുക. ചേച്ചി സൂക്ഷിക്കണം കേട്ടോ. ഒരു ദിവസം എന്റെ പടം വരച്ചരാന്ന് പറഞ്ഞ 1 മണിക്കൂറാ മുന്നേ പിടിച്ചിരുത്തിയത്. എന്നിട്ടൊരു കുരങ്ങന്റെ പടം വരച്ചത്. ഞാൻ എന്ത് ചെയ്യാനാ? കാണുന്നതിൽ എനിക്ക് വരയ്ക്കാൻ പറ്റൂ. രാജാരവിവർമ്മയെക്കാളും വലിയ ചിത്രകാരനാണെന്ന ഒരാളുടെ ധാരണ. നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് കേട്ടിട്ടില്ലേ? കണ്ണൻ വരച്ചു വരച്ച് വലിയ പേരെടുക്കും, അല്ലേ കണ്ണ? രാജാ കണ്ണൻ വർമ്മ. ഒന്നും മിണ്ടാതിരിക്കടി. ദേ നോക്കേ, എത്ര നന്നായിട്ടാവും വരയ്ക്കുന്നേ. മോനെ, നിനക്കെന്താ സ്ഥിരം വരച്ചാല്? ആദ്യമൊക്കെ വരയ്ക്കായിരുന്നു, പിന്നെ മടുത്തു. ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. വരയ്ക്കാനാ? ഏയ്, അതല്ലടാ. നിനക്ക് കമ്പ്യൂട്ടർ അറിയോ? ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കമ്പ്യൂട്ടർ പഠിക്കാനാ? ഇവിടെ ഇരുന്ന് പഠിക്കണം. പഠിപ്പിക്കാനുള്ള ആൾ ഇങ്ങോട്ട് വരും. വെറുതെ തമാശയൊന്നല്ലാട്ടോ. കമ്പ്യൂട്ടർ നന്നായി പഠിച്ചാ നിനക്ക് വേറൊരിടത്തും പോവാതെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാം, സമ്പാദിക്കാം. അവിടെ നാട്ടിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുജാത. ഞങ്ങളുടെ നാട്ടിൽ ആദ്യം കമ്പ്യൂട്ടർ സെന്റർ വന്നപ്പോ പോകാൻ തുടങ്ങിയത് അവള്. ഇപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും അവളോട് ചോദിച്ചാ മതി. ലക്ഷക്കണക്കിന് കാശാ കിട്ടുന്നേ. ഓൺലൈനിലല്ലേ? അതിപ്പോ ട്രെൻഡാ. നമുക്ക് നാളെ സുജാതി ഒന്ന് വിളിക്കാം. അവള് പറഞ്ഞു തരും എന്താ ചെയ്യണ്ടെന്ന്. എടാ, നിന്റെ ബോറടിയും മാറും, നീ ഒരു കൊച്ചു പണക്കാരനും ആവും. ഇത് കണ്ണേട്ടന് ഇഷ്ടായി, മുഖം കണ്ടാൽ അറിയാം. വെറുതെ ഇങ്ങനെ ഉമ്മർത്തിരിക്കണേക്കാൾ നല്ലതല്ലേ? പ്രതിഫലം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ചുനാളും കൂടി ഇവിടെ നിക്കട്ടെ. നിന്നെ ഞാൻ മാറ്റിയെടുക്കില്ലേ? നിന്റെ ഈ കരച്ചിലും മുഖം കയറ്റിയുള്ള ഇരിപ്പും ഒക്കെ അങ്ങ് മാറും. എന്നെ ഒന്ന് മാറ്റിയെടുക്കോ? പോടി എവിടുന്ന്. നിന്നെ മാറ്റാൻ എന്താ ഉള്ളത്? ഇത്തിരി മുനിഷുണ്ട് കാണും, അത് നിന്റെ മൂക്ക് ചുറ്റി ഞാനോ കളയും. അല്ലേ നിനക്ക് കുറുമ്പ് കൂടല്ല. ലില്ലി ചേച്ചി അവരുടെ കൂട്ടത്തിലങ്ങ് കൂടി. രണ്ടാൾക്കും വലിയ ഇഷ്ടാ. അവരൊന്ന് ചിരിക്കുന്നുണ്ടല്ലോ, അത് മതി. ആ എടാ കതിരേ, ഇങ്ങ് വാ. എന്താ? കണ്ണനൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കണം. വേണ്ട. ഒന്നും മിണ്ടാതിരിടാ അവിടെ. സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഇല്ലാതെ എങ്ങനെ പഠിക്കാൻ പോവാ? കതിരേശ, ആരോടെങ്കിലും ചോദിച്ചിട്ട് നല്ല കമ്പനിയുടെ നോക്കി തന്നെ വാങ്ങണം. നിന്റെ വർക്ക്ഷോപ്പിലെ സാധനങ്ങൾ വാങ്ങും പോലെയല്ല. വാങ്ങാം കണ്ണാ. ഏത് കമ്പനീന്റെ ഇട വേണ്ടത്? അല്ല, പറഞ്ഞു കൊടുക്കടാ. അത് ഞാനൊന്ന് നോക്കിട്ട് പറയാട്ടാ. അല്ല, നിനക്കെന്താടി കനി വാങ്ങണമെന്ന് പറഞ്ഞത്? അത് ഏട്ടനോട് പറയടി. പറ മോളെ. അതേട്ടാ, എനിക്ക് റെക്കോർഡ് ബുക്ക് വേണം. വാങ്ങാ. അതെ, ഇപ്പൊ തന്നെ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. അവളെ പഠിക്കാൻ പഠിച്ച് റെക്കോർഡ് എഴുതാതിരിക്കുക. അത് ശരി. കതിരെ, ഇത് നോക്കി. ഇവന് എന്ത് നന്നായിട്ട് വരയ്ക്കുന്നത്. ഇവന്റെ ഈ കഴിവ് നമുക്കൊന്ന് വളർത്തിക്കൊണ്ട് വരണ്ടേ? അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. ഇനി മതി കണ്ണ. ഗംഗേ, ഇവനെ ഒന്ന് പിടിച്ചേ. കാലില് കുഴമ്പിടണ്ടേ? വേണ്ട. നിന്നോട് ഞാൻ പിണങ്ങേ. അല്ല, കൊറേ ദിവസമായിട്ട് കുഴമ്പിടുന്നത് മുടങ്ങിക്കിടക്കല്ലേ? വാ, വന്ന് പിടിച്ചേ. വാ വാ, ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യാം.
കതിരെ, അതെ, കണ്ണന്റെ കുഴമ്പ് തീരാറായി. 2 ദിവസത്തേക്ക് ഉണ്ടാവും. അത് വാങ്ങണോട്ടോ. ലില്ലി. ആ, എന്താടാ? ഹേയ്, എത്ര ദിവസമായി എന്റെ മക്കളെന്നോട്. നീ അവരെ കൊണ്ട് മിണ്ടിച്ചല്ലോ. താങ്ക്സ്. അവര് പാവങ്ങളാ, സ്നേഹക്കൂടുതലുണ്ടാ, വേറെ ഒന്നുമില്ല. എന്താടി? എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ലിലി ചേച്ചി ഇനി എങ്ങോട്ടും പോണ്ട, ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ വേണം. അതെ, ഞാൻ പോയിട്ട് വരാട്ടോ. ലില്ലിക്ക് എന്തെങ്കിലും വാങ്ങണം? ഏയ് വേണ്ട. അത് ശരിയാവില്ല. എന്റെ മനസ്സിന്റെ സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അത് ഞാൻ വാങ്ങിച്ചോളാം. ചേച്ചി വാടി, നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. നല്ല ശമ്പളത്തിലൊരു ജോലി. ഞാനൊന്ന് മാറിയാലൊന്ന് ആലോചിക്കേ. നിന്റെ ജോലിക്കാര്യത്തിലെ നന്മയും തിന്മയും എനിക്ക് തിരിച്ചറിയില്ലോ. നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നു, നീ ചെയ്തോ. ശമ്പളം ഇരട്ടിയുണ്ട്, കമ്പനിയും ഫേമസാ, അതുപോലെ മറ്റു കാര്യങ്ങളും. എന്നാ പിന്നെ ഇത്ര ആലോചിക്കാൻ എന്താടാ? നേട്ടത്തിന്റെ കാര്യം കേട്ടു, അഭിപ്രായം പറഞ്ഞു. അവൻ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് മാറണം, അവന്റെ സാറിനോട് സംസാരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഒരു മാറ്റം ആവശ്യം. ഇന്ന് തന്നെ കമ്പനി ചെന്ന് കാര്യങ്ങൾ പറയണം. നാളെയോ മറ്റന്നാളോ വിസ അടിക്കാൻ പറയാം. വിസ അടിക്കാനോ? എവിടത്തെ ജോലിയുടെ കാര്യം നീ പറഞ്ഞേ? ദുബായില്. ഇതിനു മുമ്പ് ദുബായിൽ നിന്ന് നിനക്ക് ഓഫർ വന്നിട്ടുണ്ടല്ലോ. അന്ന് എത്ര ശമ്പളമായാലും വേണ്ട, നാട്ടിൽ തന്നെ നിന്നോളന്നല്ലേ നീ എന്ന് പറഞ്ഞത്. അന്നത്തെ സിറ്റുവേഷൻ അല്ലോ ഒന്ന്. ജോലിക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ കുറച്ചധികം ദൂരം പോകുന്നത് എല്ലാവർക്കും നല്ലതാ. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് പോണം. ഇത് നിന്റെ വാശിയാണ് ഗിരി. മനസ്സിന് സമാധാനം കിട്ടാൻ കടൽ കടന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നിന്ന് അത് ശീലിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? അതോ അച്ഛനും മോനും കൂടി തീരുമാനം എടുത്തതിന് ശേഷം എന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണോ? എടോ, ഇവിടെ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ഗൂഢാലോചനയൊന്നുമില്ല. താൻ സ്വയം ഒറ്റപ്പെടുന്നതാ. എന്ത് പറഞ്ഞാലും ശരി, ഇവൻ ദൂരേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് സമ്പാദിക്കുന്നത് മതി. അച്ഛനെതിരെ അഭിപ്രായം ഉണ്ടോ? നീ പോകാൻ തീരുമാനിച്ചാൽ ഞാനത് സഹിക്കേണ്ടവനാ. എല്ലാ കാലത്തും മക്കളുടെ ഭാവിയും അച്ഛന്റെ മനസ്സും തമ്മിലൊരു മത്സരം നടക്കാറുണ്ട്. ചിലര് മക്കളെ തോൽപ്പിക്കും, ചിലര് വിട്ടുകൊടുക്കും. നിന്നെ കാണാതിരിക്കാനും വിഷമമുണ്ട്, എന്നാലും ഞാൻ തടയില്ല. ഒരുപാട് കാലം അവിടെ നിൽക്കാനുള്ള തീരുമാനമൊന്നുമില്ല. ഒരു ലീവ് പോലെ. അവിടെ ചെന്ന എല്ലാം മറക്കാൻ പറ്റുന്ന എൻ്റെ ഒരു തോന്നൽ അതാ. ഈ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് നടന്ന എൻ്റെ പ്രശ്നം. ക്യാമ്പസിലോ ജോലി സ്ഥലത്തോ വെച്ച് കണ്ടുമുട്ടുന്ന ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. എൻ്റെ ഓർമ്മയിലെല്ലാം അവള് തന്നെയല്ലേ. എൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും അവളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെ ഈ യാത്ര. അച്ഛൻ തടയരുത്. ഇല്ല, കുഞ്ഞുനാള് മുതൽ നിന്നെ ഒട്ടും പിരിഞ്ഞിരിക്കാത്തത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, വിഷമമായിരിക്കും. എന്നാലും ഇവിടെ നിന്റെ മനസ്സിന്റെ സമാധാനമാണ് പ്രശ്നം. നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. ഗിരി, അല്ല, പോകാനുള്ള ദിവസം തീരുമാനിക്കുമ്പോ കുറച്ച് അങ്ങോട്ട് മാറ്റി തീരുമാനിച്ചാൽ മതി. അത്രയും നാള് നീ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. വരൂ വരൂ. മൊഴി നിങ്ങളെ കാത്തിരിക്കുക.
ഇവിടെ വന്നതിന് ശേഷം മൊഴിയെ ഞാൻ സന്തോഷത്തോടെ കണ്ട നിമിഷങ്ങളാ. നിങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടറിയാം മൊഴി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ടെൻഷനൊന്നും വേണ്ട. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ജയന്തനൊന്നും ഇവിടെ ഇല്ല. അവരിതൊരു കല്യാണത്തിന് പോയിരിക്കുക. ഞങ്ങളിപ്പോ പോവും. ആ, അതിനെന്താ എത്ര തിരക്ക്? പതുക്കെ പോയാൽ മതിയോ. ആ, ഇനിയിപ്പോ ഒരു ദിവസം ഇവിടെ തങ്ങുന്നു എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷ. അതൊന്നും വേണ്ട സാറേ. മൊഴിയെ കാണാൻ ഇടയ്ക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു, ഞങ്ങൾ കേട്ടു. എന്ന് കരുതി സാറിനോട് അങ്ങനെ പെട്ടെന്ന് ലോഹിതലാവാൻ ഞങ്ങൾക്ക് പറ്റില്ല. സാറിനോട് പൊരുത്തപ്പെട്ടു എന്ന് എന്നും മൊഴി ഞങ്ങളോട് പറയുന്നു. അപ്പോഴേ സാറിനോട് ഞങ്ങൾ പൊരുത്തപ്പെടും. നിങ്ങൾ എത്തിയോ? ഞാൻ ഇവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അകത്തേക്ക് കയറാത്ത എന്താ? ആ മൊഴി, ഞാനൊന്ന് പുറത്തു പോവാ. ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഞാൻ എത്ര നേരമായി പ്രതീക്ഷിക്കുന്നറിയോ? എന്ത് പറ്റി വൈകാൻ? അത് വർക്ക്ഷോപ്പിലെ വണ്ടിയല്ലടി, ഇടയിലൊന്ന് പണി കിട്ടി, പിന്നെ ഒരു ഓട്ടോയ്ക്ക് വന്നത്. അപ്പൊ കുമാരായിട്ടും പണിത വണ്ടി തന്നെയാ. മിണ്ടണ്ട, സത്യമല്ലേ ജോസേട്ടൻ? ഏയ് അല്ല, വണ്ടി പണിത് ഞങ്ങളാ. അത് കഴിഞ്ഞ് ഇവന്റെ ഒരു മിനുക്ക് പണി ഉണ്ടായിരുന്നു, അല്ലേടാ കുമാരേ? അത് ഇവന്മാര് വണ്ടി തുറക്കാൻ പറഞ്ഞിട്ടാ. ചെയ്തില്ലെങ്കിൽ അതിന്റെ മെക്കിട്ട് കയറി എന്റെ നേരെ. എന്തായാലും വണ്ടി തുടച്ച് വൃത്തിയാക്കാൻ ഇവന്മാരൊക്കെ മിടുക്കാൻ ഞാൻ തന്നെ. ഓ പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പണിയുന്ന ഓരോ വണ്ടിയും എന്നെ ഒന്ന് തുടച്ചു താ കുമാരേ എന്ന് പറഞ്ഞ് ഓണടിച്ചോണ്ട് നിൽക്കുമല്ലേ. പോട്ടെ കുമാരേട്ടാ, വാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. ഇവരെ സൽക്കരിക്കാൻ ആരുടെ ആവശ്യമില്ല. വന്നപ്പോ നിങ്ങളെ ഒന്ന് കയ്യിലെടുക്കാൻ നോക്കി കാണുമല്ലേ? അക്കാര്യത്തിലൊക്കെ മിടുക്കനാ ദേവ മുതലാളി. ഒക്കെ എന്നെ ബോധിപ്പിക്കാനാ. മൊഴി, അയാൾ എന്തൊക്കെ കാണിച്ചാലും എന്റെ രീതി മാറില്ല. ആ പിന്നെ ഭാഗ്യത്തിന് ഇവിടെ ഉണ്ടായിരുന്ന വാനരപ്പടയെ എങ്ങോട്ടോ കെട്ടിയെടുത്തു. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു ഓരോ തൂണിന്റെ മറവിന്നും വില്ലന്മാരുടെ വരവ്. അടിപൊളി വീടാണല്ലോ മൊഴി. ഇതെന്തായാലും തകർത്ത് കൊള്ളാം. കതിരേശനെ ഒന്നും കാണാതെയല്ല തീരുമാനമെടുത്തെന്ന് മനസ്സിലായില്ലേ? அப்ப இவரே விருந்து வந்தது? അല്ല, ഇതാരാ മൊഴി? എൻ പേര് മൈന, തമിഴ്. இந்த മാഡത്തോட അസിസ്റ്റന്റ്. എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സാറ് കൊണ്ട് നിർത്തിയിരിക്കുന്നതാ. എന്ന് പറഞ്ഞ ചാരപ്പണി തന്നെ. അതെന്നത് ചാരപ്പണി? ഞാനെന്ത മാതിരി ആളല്ലേ? ജ്യൂസ് സാപ്പിടുങ്ക. ജമാല് നീങ്കളാ? ഏയ്, ഞാൻ ജോസ്, ഇതാണ് ജമാല്. അപ്പോ ഇത് വന്ന് കുമാർ. നീങ്ങളെ പാത്താൻ താങ്കളുടെ നാട്ടുകാരെ മാതിരി ഇരിക്കും. ഞങ്ങളെപ്പോഴും പറയും ഇവനൊരു തമിഴിന്റെ കട്ടുണ്ടെന്ന്. ഒന്നും വേണ്ടായിരടാ. പുറപ്പെട്ട സമയം തൊട്ട് രണ്ടു കൂടെ വാരാൻ തുടങ്ങിയതാ. അല്ല, മൈനയുടെ വീടെങ്കെ? ആക്ച്വലി വന്ന് തിരുനെൽവേലി, അതുക്ക് മുന്നാടി കുംഭകോണം, നടുവില് കൊഞ്ച നാള് വന്ന് പളനി. അത് എപ്പടിന്നാ? മതി മതി. വീടോ പേരോ ചോദിച്ചാ തമിഴ്നാട്ടിലെ തിരുവള്ളുവരുടെ ഗ്രന്ഥം തൊട്ട് തുറക്കാൻ തുടങ്ങും. ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ஓகே, நான் கிச்சன்ல இருக்கு. ஏதாவது டவுட் இருந்தா கேட்கலாம். பொங்கல், பனீர், தயிர் சாதம் அதெல்லாம் ഞാൻ സൂപ്പറാ பண்ணுவே. ആക്ച്വലി കിച്ചൺ മാറ്റർ നമ്മുടെ തൊഴിലല്ലേ. ഞാൻ ബോഡി ഗാർഡ് തന്നെ. അടുത്തത് തുടങ്ങി. FM റേഡിയോ കേട്ട് ശീലിച്ചോണ്ട് കുഴപ്പമില്ല. എന്നാലും കുറച്ച് പാടാ ജമാലെ. സാർ എന്നെ സാർ നീങ്ക നമുക്ക് വന്ന് ലൈഫ് കൊഞ്ചം എൻജോയ്മെന്റ് ആയിരിക്കണം. വേലക്കാരി ആയാലും മുതലാളി ആയാലും നിമ്മതി മട്ടും താൻ വേണം. எனக்கும் லைஃப்ல கொஞ்சம் ப்ராப்ளம் இருந்துருச்சு. யாரு? என்னோட கணவன். அட்ஜஸ்ட் பண்ணி பார்த்தே, ஆனா முடியல. போட்டுட்டேன். എന്ന് വെച്ചാ കൊല പണിട്ടേ. കൊലയോ? ഇവര് തമ്മിൽ എന്തോ വഴക്ക് നടന്നപ്പോ എന്തോ എടുത്ത് അയാളുടെ തലയ്ക്കടി കൊടുത്തു. കുറച്ചു കാലം ജയിലിൽ കടന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രൊമോഷനാ. അപ്പൊ ശരി സാർ, ഞാൻ വരെ. മൊഴി, ഇതൊക്കെ അറിഞ്ഞോണ്ട് പിന്നെ എന്തിനാടി കൂടെ നിർത്തുന്നത്? ഉള്ളിലൊരു നന്മയുള്ള കൂട്ടത്തിലാ. പിന്നെ ഒരാൾ കൂടെയുള്ളത് നല്ലതാ. ഇവിടെ നിറയെ വില്ലന്മാരല്ലേ, അവരെ വിരട്ടി നിർത്താൻ മൈന ബെസ്റ്റാ.
എന്തായാലും കയ്യകലത്തിൽ നിന്നൊന്ന് മാറി നിന്നോണം. പറച്ചിൽ കേട്ടിട്ട് അവക്ക് കൊല്ലലൊക്കെ ഒരു രസവാ. ആ അല്ല, നിങ്ങൾ ഇങ്ങോട്ട് പോന്ന ഏട്ടൻ അറിഞ്ഞോ? ഏയ്, ആര് പറയാൻ? പറയണമായിരുന്നു. അപ്പോഴേ യഥാർത്ഥ സ്നേഹത്തിന്റെ വില എന്താന്ന് എന്റെ ഏട്ടന് മനസ്സിലാവൂ. അത് ഞാൻ അയാളെ പഠിപ്പിക്കും. ഏട്ടനോട് ആരാ പറഞ്ഞേ? ദേവൻ സാറെന്നെ നേരിട്ട് പറഞ്ഞിട്ടാ ചെന്നേന്ന് പറഞ്ഞു. അവരെ അവള് നന്നായിട്ട് സ്വീകരിച്ചു. അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ ജയന്തനൊക്കെ ഉണ്ടാവില്ലേ? ഹേയ്, അവരൊന്നുമില്ല. ഉണ്ടായാൽ തന്നെ ജമാലിനൊന്നും ആരും ഒന്നും പറയാൻ അവള് സമ്മതിക്കില്ല. ഞാനായിരുന്നെങ്കിൽ അങ്ങനെയല്ല. കതിരേശന് ആര് വേണമെങ്കിലും എന്തും പറഞ്ഞോട്ടെ എന്ന് അവള് കരുതും. ചേച്ചിക്ക് മനസ്സമാധാനം കിട്ടുന്നവരെ കണ്ടോട്ടെ ഏട്ടാ. അവിടെ എല്ലാവരോടും മത്സരിച്ച് ജീവിക്കുന്നതിനിടയിൽ അതൊരു ആശ്വാസമല്ലേ? അതെ, ജമാലിനോട് ചോദിക്കുക അവിടെ അവളുടെ ശരിക്കുള്ള അവസ്ഥ എന്താന്ന്. അവരോട് സങ്കടവും സന്തോഷമൊക്കെ പറയും. അവൾക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവൻ സാറിനോട് അത് പരിഹരിക്കാൻ പറയണം. ഒട്ടും വിചാരിക്കാതെ അവരവിടേക്ക് പോയില്ലേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അവളെല്ലാത്തിനോടും പൊരുത്തപ്പെടുമ്പോ ഇനി നമ്മളെയും വിളിക്കായിരിക്കല്ലടി. അവരുടെ കൂടെ ഞാനും പോകേണ്ടതായിരുന്നു. എല്ലാത്തിനും ഒന്നിച്ചു പോകുന്നവര് എന്റെ പെങ്ങളെ കാണാൻ പോകുമ്പോ എന്നെ ഒഴിവാക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങളല്ലേ. ഇനി തുടങ്ങിക്കോ സങ്കടം പറയാൻ. ആർക്ക് സങ്കടം? അവന്മാര് വരിക പോവുക എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് വേറെ ജോലിയുണ്ട്. സത്യമായിട്ടും വിഷമമില്ലേ? ഇല്ലടി, ഇല്ലാന്ന് പറഞ്ഞാ ഇല്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരൂട്ടാ. കുറച്ചുകൂടെ കഴിക്കേ. ഇത് എന്ത് സൽക്കാരാടി? ഇത്രയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? സാരില്ലടോ ജമാലെ, എത്ര നാളാ ഇവളുടെ കൈകൊണ്ടുണ്ടാക്കി ഒന്ന് കഴിച്ചിട്ട്. ഏയ്, എല്ലാ മൊഴിയുടെ പാചകമൊന്നുമല്ല. 1-2 ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. എടാ, അതാ കൊലപാതകയുടേതാവും. ആ മൈനെ കേക്കണ്ട. അല്ലെങ്കിൽ തന്നെ പുരുഷവർഗത്തിന് മൊത്തത്തിലൊരു വൈരാഗ്യവാ. பொங்கல் சாப்பிட்டு இருக்கா? நம்ம நாட்டு பொங்கல் சூப்பரா இருக்கும். சாப்பிடு பாரு. കഴിച്ചോളാം. ഇങ്ങല്ലേ എന്നെ ഫുഡ് ആക്ച്വലി വന്ന് തിരുനെൽവേലിയില്. മതി മതി, അവര് കഴിച്ചോട്ടെ. ഞങ്ങളുടെ നാട്ടില് ഭക്ഷണം കഴിക്കുമ്പോ അധികം സംസാരിക്കാൻ പാടില്ല. അങ്ങെല്ലാം ഓപ്പോസിറ്റ്. സാപ്പിടുമ്പോ തന്നെ മെയിൻ പേച്ച്. പേശിക്കൊണ്ടേ സാപ്പിട്ടാ ധാരാളമാ സാപ്പിടല. കേട്ടു പഠിച്ചു. എന്ത് കാര്യത്തിനും കൃത്യ ഉത്തരവുണ്ട്. അല്ല മൈനെ, ഈ ജയിലിലൊക്കെ എന്തായിരുന്നു ഫുഡ്? ജയിലിരുന്ന കാര്യം சொல்லணும்னா 2 നാള് ഫുള്ളാ വേണം. അയ്യോ, ആനാ ഞാൻ കൊഞ്ചം കട്ട് പണി സൊല്ലാം. അപ്പോഴും മിനിമം ഒരു ദിവസം എടുക്കും. ഞാനിതുവരെ കേട്ട് തീർന്നിട്ടില്ല. അയ്യോ, എന്നാ വേണ്ട, ഞങ്ങക്ക് വേറെ പണിയുള്ളതാ. എല്ലാരും ബിസി. സാർക്ക് ബിസി, മാടത്തുക്ക് ബിസി. ഞാൻ ആരോട് പോയി സൊല്ലത് ഇതെല്ലാം? സാർ വന്നാച്ച്. നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയോ? ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതെ, ഇനിയിപ്പോ ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കണ്ട. നമുക്ക് ഒന്നിച്ചിരിക്കാം. അല്ലെങ്കിൽ ഞാൻ തനിച്ചാവില്ലേ? എങ്കിൽ ശരി, നിങ്ങൾ കഴിക്കും. കഴിക്കുന്നതിനിടെ ജോയിൻ ചെയ്യാൻ പാടില്ല. അതും ഇവിടുത്തെ ആചാര. നിങ്ങൾ കഴിക്കേ. മൈന, ഇവർക്ക് വിളമ്പി കൊടുക്ക്. ഞാനിപ്പോ വരാം. അവര് കണാൻ പൊണ്ടാട്ടി സ്റ്റൈല്. നിങ്ങൾ സാപ്പിടുങ്കോ. സാപ്പിട്. അതെ, അവരുടെ ഒപ്പം ഇരിക്കാത്തതിൽ വിഷമമായോ? ഏയ്, എന്ത് വിഷമം? ഞാൻ കരുതി കൂട്ടി ഇരുത്താതിരുന്നതാ.
ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോ മനുഷ്യർ തമ്മിലൊന്ന് അടുക്കും. അവര് എന്റെ ബന്ധുക്കളാ. എന്റെ ഏട്ടനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ബന്ധുക്കൾ. മൊഴി, ഇവരെ നീ സ്നേഹിക്കുന്നതോ സ്നേഹിക്കാതിരിക്കുന്നതോ ഒരു വിഷയമല്ല. പക്ഷേ കതിരേശനോട് എല്ലാവരേക്കാൾ പാവയള. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാവം. അതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതി കൊടുത്തോളാം. ഇനി മുതൽ എന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ വന്നാ അവരുടെ കൂടെ ഇരിക്കാമെന്ന് കരുതണ്ട. ഞാൻ വിലക്കും. നിങ്ങൾ ആരോടും അടുക്കാൻ ഞാൻ സമ്മതി. അന്നേക്ക് വന്നൊരു സൺഡേ, നല്ല മഴ. നൈറ്റിലൊരു 10-11 മണിയാക്കും. ഞാൻ തൂക്കം വന്ന് പോയി പടുത്തേ. ഇത് എന്താ ഇത്? മൊഴി ഭർത്താവുമായിട്ട് എന്താ പ്രശ്നമെന്ന് ജോസ് ഒന്ന് ചോദിച്ചു പോയി. നന്നായി എന്റെ ജോസേട്ടാ. വിശേഷിച്ചൊന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. മൈനെ, ഇവര് പോയിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി ഇരുന്ന് പറയാം. நீங்க சும்மா தான் சொன்னேன். நான் ஸ்டார்ட் பண்ணியா டைம் இல்லன்னு சொல்வே.